നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചിരിക്കുന്നു. ഇനി UDF-ന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടുന്നില്ല എന്നുള്ള ഒരു അറിയിപ്പ് വന്നതോടുകൂടി രമേശ് ചെന്നിത്തല നേരെ ഗുരുവായൂരിലേക്ക് തൊഴാൻ വേണ്ടി പോയി. അത് അദ്ദേഹത്തിന്റെ പ്രതിഷേധമായിരുന്നു അതിലൂടെ പ്രകടിപ്പിച്ചതെന്നാണ് പിന്നീട് മാധ്യമങ്ങൾ വഴിയെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ രമേശ് ചെന്നിത്തലയെ വീട്ടിൽ ചെന്ന് കാണുകയും മന്ത്രിസഭയിൽ അദ്ദേഹം ചേരണം എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയെ കണ്ട് അനുനയിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫലത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കിട്ടിയാലേ താൻ മന്ത്രിസഭയിലേക്കുള്ളൂ, മാത്രമല്ല തന്നോടൊപ്പം നിൽക്കുന്ന MLA-മാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നൊക്കെയുള്ള ചില ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് തീർത്തും ഒന്ന് പറഞ്ഞിട്ടെ, തീർത്തും രമേശ് ചെന്നിത്തല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്രസക്തനാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഇന്നുള്ള നേതാവ് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. KSU ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വലുതായ ആള് തന്നെയാണ്. ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടു ചെന്ന് എത്തിച്ചതിൽ NSSന് ഒരു പങ്കില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രതിഷേധം ഉള്ളിൽ തോന്നിയ മറ്റൊരു നേതാവുണ്ട്. മറ്റാരുമല്ല, VD സതീശനാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തനിക്ക് I ഗ്രൂപ്പിന്റെ നോമിനിയായി നോമിനേഷൻ കിട്ടും, ഏതെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരുന്ന, പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന സതീശനെ വെട്ടിമാറ്റി ചങ്ങനാശ്ശേരി പെരുന്നയിൽ നിന്നുള്ള ഒരു ടെലിഫോൺ കോളിന്റെ പേരിൽ VS ശിവകുമാറിനെ മന്ത്രിയാക്കാൻ കൊണ്ടുവന്നു. ഉറപ്പായിട്ടും VS ശിവകുമാറത്തോടെ തോറ്റില്ലായിരുന്നുവെങ്കിൽ, രമേശിന്റെ തന്നെ നോമിനിയായിട്ട് മത്സരിച്ച് തോറ്റില്ലായിരുന്നുവെങ്കിൽ ഇത്തവണയും രമേശ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മന്ത്രിയായിട്ട് ശിവകുമാറിന്റെ പേര് വരുമായിരുന്നു. ഏതായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ല. ഉണ്ടാകാത്തതിന് കേരളത്തിലെ ജനതയ്ക്ക് നന്ദി. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, ഏതെല്ലാം തരത്തിൽ ഇത് പോയി കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുള്ള UDF വിജയത്തെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചത് രണ്ടുപേരാണ്. ഒന്ന് MP ഗോവിന്ദനെ പോലുള്ള അനർഹമായ വിജയം എന്ന് പറഞ്ഞു. അത് തന്നെ എൻഡോഴ്സ് ചെയ്താണ് രമേശിന്റെ പോപ്പെന്ന് വിളിക്കാവുന്ന, എല്ലാവരും കളിയാക്കി വിളിക്കുന്ന നായന്മാരുടെ പോപ്പെന്ന് പറയും, തലതൊട്ടപ്പൻ വിശേഷിക്കാവുന്ന സുകുമാരൻ നായർ സാറ് എന്തിനെ പറ്റി പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന്റെ വിജയത്തെ അധാർമികമായ വിജയമാണെന്നാണ് പറഞ്ഞത്. അതായത് സതീശനെ മുഖ്യമന്ത്രിയാക്കിയതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയം അധാർമികമാണ്. കേരളത്തിലെ കോടാനുകൂടി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സർക്കാരിനെ കുറിച്ച്, ഒരു MLA കുറിച്ച് ആണ് സുകുമാരൻ നായർ അത് പറയുന്നത്. എന്നാൽ അതിനെതിരായി ഒരു അക്ഷരം പുറപ്പെടുവിക്കാൻ NSSനെ പോലുള്ള സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയേണ്ടിയിരുന്ന ആള് രമേശ് ചെന്നിത്തല അല്ല. ഒരിക്കലും രമേശ് ചെന്നിത്തല അത് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ല, ഇനി പറയാനും സാധ്യതയില്ല. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ, SNDPയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനും NSSന്റെ പരമാധ്യക്ഷനായ സുകുമാരൻ നായരും എല്ലാം പല തവണയായി ഊഴം വെച്ച് ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു നേതാവിനെ കുറിച്ച് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, അദ്ദേഹം അഹങ്കാരിയാണ് അല്ലെങ്കിൽ ബഹൂണാണ് എന്നൊക്കെയുള്ള ജുഗുപ്സാവഹമായ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നിട്ട് ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമ്പന്നതരായ നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം പോലും ഉണ്ടായില്ല. മാധ്യമങ്ങൾ, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ സാറ് തന്നെ രമേശ് ചെന്നിത്തലയെ അഭിമുഖം എടുക്കുന്ന സമയത്ത് ചോദിക്കുകയുണ്ടായി, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആ ചോദ്യത്തിൽ നിന്ന് വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. ഞാൻ ഇത്തരം സാമുദായിക ആചാര്യന്മാരുടെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാറില്ല എന്നുള്ളത് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. അതായത് അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. കാരണം അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ വിരോധം സംഭവിക്കുകയാണെങ്കിൽ വോട്ട് കിട്ടില്ല. അപ്പോ അതിനെയെല്ലാം കൃത്യമായ രീതിയിൽ
ചെറുത്ത് നിന്നിരുന്നത് വി.ഡി. സതീശൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അതിനാരും സപ്പോർട്ട് കൊടുത്തില്ല. അല്ല, ഞാൻ ഒരിക്കലും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകില്ല എന്ന് വി.ഡി. സതീശൻ പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ട് ചോദിച്ച് ഞാൻ ഇവരുടെ എല്ലാവരുടെ അടുത്ത് ചെല്ലും, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ, പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വോട്ട് തേടി ഇവരുടെ എല്ലാവരുടെ അടുത്ത് ചെല്ലും. വോട്ട് ചോദിച്ച് ചെല്ലലും ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവരുടെ തിണ്ണനിറങ്ങലും രണ്ടും രണ്ട് തന്നെയാണ്. ഇതാണ് ഈ സാമുദായിക നേതാക്കന്മാരെ ചൊടിപ്പിച്ചതും. ഇവർ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ, അതായത് അന്യായമായ ഏതെങ്കിലും കാര്യം ചെവിക്കൊള്ളാൻ വി.ഡി. സതീശൻ തയ്യാറാകില്ല എന്നുള്ളത് ഇവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ പല ആളുകളുടെയും താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പല ആളുകൾക്കും വേണ്ടി ചട്ടുകമായി നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഊഴമിട്ട് വി.ഡി. സതീശൻ എന്ന നേതാവിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർ ഇത് നിഷ്പക്ഷമായ ഒരു അഭിപ്രായം പറയാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല NSSന്റെ ഒരു ബ്രാൻഡായി ചിത്രീകരിക്കപ്പെടുകയായിരുന്നു. അത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അതിനേക്കാൾ പ്രധാനം രമേശ് ചെന്നിത്തല മറക്കണ്ടാത്തൊരു കാര്യം, നാളെ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഇങ്ങനെ അംഗമായാൽ ആദ്യം പോയി അനുഗ്രഹം മേടിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ രണ്ട് മാന്യന്മാരോടായിരിക്കും, സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശനോടും ആയിരിക്കും. അല്ലാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഏത് അർത്ഥത്തിലാണെങ്കിലും മുസ്ലിം ലീഗിനെ മൂടുപാട് എല്ലാ തരത്തിലും അധിക്ഷേപിക്കുന്ന, പിണറായി വിജയനോടൊപ്പം ചേർന്ന് എല്ലാ അധിക്ഷേപിക്കുന്നതിലും മുന്നിൽ നിൽക്കുന്നവരാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. രമേശ് ചെന്നിത്തലയ്ക്ക് ആ മന്ത്രിസഭയിൽ, സതീശന്റെ മന്ത്രിസഭയിൽ ചേർന്ന് മുഖ്യമന്ത്രിയായിട്ട്, ആഭ്യന്തരമന്ത്രിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൈപോക്കാൻ വേണ്ടത് മുസ്ലിം ലീഗിന്റെ MLA-മാരാണ്. എന്താ രമേശ് ചെന്നിത്തലയ്ക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുണ്ട്? എളുപ്പമുണ്ടെങ്കിൽ ലീഗ് പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയിൽ ചേരുകയെന്ന് രമേശിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ സുകുമാരൻ നായർക്ക് പറ്റുമോ? അല്ല, ഈ വെള്ളാപ്പള്ളി രാഘവൻ സാർ പറഞ്ഞ പോലെ ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അല്ല ആക്രമിക്കുന്നത് മുസ്ലിം ലീഗിനെ തന്നെയാണ്. അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയന് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് ചെയ്തൊരു കാര്യം തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ട്രെൻഡുകളൊക്കെ മാറി, കാര്യങ്ങളൊക്കെ മാറി, UDFന് അനുകൂലമായി പെട്ടിയിൽ വോട്ട് വീണിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞത്, അതായത് ഈ സന്ദർഭവശാലൊന്ന് എടുത്തു പറയട്ടെ, UDF 100-ൽ പരം സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ എപ്പോഴും പറഞ്ഞിരുന്നത്. 12 MLA-മാരും തോക്കും, വേണമെന്നുണ്ടെങ്കിൽ 12 മന്ത്രിമാരും തോക്കും, വേണമെങ്കിൽ ഒരു സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ കാര്യത്തിൽ തെറ്റിപ്പോയി. 12 മന്ത്രിമാരല്ല 13 മന്ത്രിമാർ തോറ്റു. 100 സീറ്റ് നേടി ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ 102 സീറ്റ് കിട്ടി. അത് ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ MLA-മാരെ നിശ്ചയിക്കുന്നതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 110 115 സീറ്റുകൾ കിട്ടുമായിരുന്നു. അതാണ് വി.ഡി. സതീശന്റെ കണക്കൂട്ടല്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സന്ദർഭവശാൽ അത് ഞാനൊന്ന് എടുത്തു പറയാണ്. 100 സീറ്റ് വേണ്ട, UDF 100 സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ കാക്ക മലർന്ന് പറക്കും. ആ കാക്ക എന്ന് പറഞ്ഞു. ആ കാക്ക ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു, അതായത് 100 സീറ്റ് വേണ്ട, 2 സീറ്റ് കുറച്ചോ, 98 സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്ന് പറഞ്ഞത്. പകരം വി.ഡി. സതീശൻ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അത് എടുത്തു ചോദിച്ചപ്പോ വെള്ളാപ്പള്ളി നടേശൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയത്തില് ഈ നേതാക്കന്മാര്, സാമുദായിക നേതാക്കന്മാർ ഇടപെടുമ്പോ അത് തീർച്ചയായും അതിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ അതിന്റെ പാർശ്വവർത്തികൾ എന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുക. രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാക്കിയിരിക്കും ക്ഷീണം മുഴുവൻ. ഹരിപ്പാടി ഏറ്റവും വലിയ പ്രശ്നം ഹരിപ്പാടി ജയിക്കുമോ, കായംകുളത്ത് ജയിക്കുമോ? അതൊക്കെ ആലപ്പുഴ ജില്ല, രമേശ് ജില്ലയുടെ കാര്യമാണ്. ആലപ്പുഴ ജയിക്കുമോ, അമ്പലപ്പുഴ ജയിക്കുമോ? അതെ, ഇതെല്ലാം അപ്പൊ എല്ലാം കൂടെയുള്ള കോമ്പിനേഷൻ ഒരു സെക്കുലർ, ഏറ്റവും നല്ല സെക്കുലർ ക്രെഡൻഷ്യല് മുസ്ലിം ലീഗ് പുറത്തേക്ക് എടുക്കുന്ന സമയത്താണ് ഇവിടെ മുസ്ലിം ലീഗിനെ പിന്തിരിപ്പിക്കാൻ, സെക്കുലർ ആകേണ്ട, നിങ്ങൾ വർഗീയവാദിയായിട്ട് തന്നെ നിന്നോ എന്ന് പറയത്തക്ക രീതിയിലാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അതുപോലുള്ളവർ അഭിപ്രായം പറയുന്നത്. പണക്കാരായിരിക്കും ഭരണം, അല്ലെ മലപ്പുറത്തായിരിക്കും സെക്രട്ടേറിയറ്റ് എന്ന് പറയത്തക്ക രീതിയിലേക്ക് വിഷം മുഴുവിപ്പിക്കുന്ന രണ്ട് വർഗീയ കോമരങ്ങളായിട്ട് രാഘവൻ സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. നോക്കൂ, ഈ പിണറായി വിജയൻ സർക്കാർ 10 വർഷം അധികാരത്തിലിരുന്നപ്പോ ഏതൊക്കെ മന്ത്രിമാരെ ഏതൊക്കെ വകുപ്പ് ഭരിക്കണമെന്ന് ഒരു കാരണവശാലും NSS ഇടപെട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത്, അവർക്ക് കൊടുക്കാതിരിക്കട്ടെ, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഭരിച്ചപ്പോ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം സുകുമാരൻ നായർ നടത്തായിരുന്നത്? അല്ലെങ്കിൽ ഈ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10ഓളം നായർ സമുദായത്തിൽപ്പെട്ട മന്ത്രിമാരുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സമുദായങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കൊടുക്കണം എന്നാണ് ഒരു മതേതരവാദിയായ സുകുമാരൻ നായർ പറയായിരുന്നത്. എന്തുകൊണ്ടാണ് പറയായിരുന്നത്?
അപ്പോൾ ഇതൊക്കെ സന്ദർഭത്തിനൊത്ത് അവനവന്റെ കാര്യത്തിൽ മാത്രം താല്പര്യം കാണിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി സംസാരിക്കുന്ന ഇവരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ഏതെങ്കിലും സമുദായ അംഗങ്ങൾ ഏതെങ്കിലും പാർട്ടിക്ക് കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇവര് തെരഞ്ഞെടുപ്പിന് മുമ്പ് തുറന്നു തീർത്തിരുന്നാണല്ലോ വി ഡി സതീശനെ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ SNDP ജനറൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ SNDP സമുദായത്തിന് വലിയ വർദ്ധിച്ച വോട്ടുകളുള്ള സ്ഥലമാണ് പറവൂര് നിയോജകമണ്ഡലം. ഈ പറവൂരിൽ നിന്നാണ് വി ഡി സതീശൻ 5 തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇക്കുറി വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് തന്നെ വി ഡി സതീശനെ എതിര് നിൽക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീശൻ പുല്ലുപോലെ ജയിച്ചു വരുന്ന കാഴ്ചയാണ്, പുഷ്പം പോലെ ജയിച്ചു വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അപ്പോൾ ഈ സാമുദായിക ആചാര്യന്മാര് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായി ജനം വോട്ട് ചെയ്യില്ല എന്നുള്ളത് വ്യക്തമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2026 ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അവർക്ക് ഈ നിലവിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കേരള ദിശാബോധത്തോടു കൂടി നയിക്കാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രി വേണം, ഒരു പാർട്ടി വേണം എന്നുള്ളത് അവർ മനസ്സിലാക്കി. പിണറായി വിരുദ്ധത അതൊരു ഘടകമായിട്ടുണ്ട്. അല്ലാതെ ഈ സാമുദായിക ആചാര്യന്മാര് പറയുന്നത് പോലെ സമുദായത്തിന് പ്രാമുഖ്യമുള്ള അവര് വരണം ഇവര് വരണം ഇതൊന്നും ജനം കേൾക്കാൻ തയ്യാറല്ല. ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ പറ്റിയത് NSSന്റെ ബ്രാൻഡായി രമേശ് ചെന്നിത്തലയെ സുകുമാരൻ നായർ ഒരു ബ്രാൻഡ് അംബാസഡറായി ചിത്രീകരിച്ചു. അതിന്റെ കോട്ടങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായി എന്നാണ് എന്റെ പരിമിതമായ രാഷ്ട്രീയ അവബോധത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. രാജ്മോഹൻ സാറിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത്? സുകുമാരൻ നായരും ഒക്കെ രമേശിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്നലെ വി ഡി സതീശൻ പിണറായി വിജയനെ കാണാൻ പോകുമ്പോൾ പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങുന്ന പിണറായി വിജയനും കുടുംബവും പുറത്തേക്ക് ഇറങ്ങി വന്ന് വി ഡി സതീശന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോൾ അതുപോലെ അത്ര വിനയത്തോടെ പിണറായി വിജയൻ ഒരാളുടെ മുമ്പിൽ മാത്രമേ പെരുമാറിയുള്ളൂ. മോഡിയുടെ കൈ സ്വർണ്ണക്കള്ളത്ത് കേസ് വന്നപ്പോൾ മോഡി ഇവിടെ വന്നപ്പോൾ മോഡിയുടെ കയ്യിൽ അതുപോലെ എന്നെ രക്ഷിക്കണേ എന്നുള്ള മട്ടിൽ ചേർത്ത് പിടിക്കുകയാണ് ചെയ്ത്. അത് കാണാൻ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും സാധിക്കട്ടെ എന്ന് മാത്രമേ പറയൂ. എന്തായിരിക്കും ഇനി കൂടുതൽ ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കാത്തിരിക്കാൻ കണ്ടറിയാം.